പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യത്തിലും സുവിശേഷത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്ന ചിലരുണ്ട്. കർത്താവിൻ്റെ തിരുവചനം എങ്ങനെ ഓർമ്മിച്ചു? വാർദ്ധക്യത്തിലും നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടും, വാർദ്ധക്യത്തിലും നീ ഫലം പുറപ്പെടുവിക്കും. മത്തായിയുടെ സുവിശേഷം 9 അധ്യായം 38 വാക്യത്തിലൂടെ അവിടുന്ന് അറിയിച്ചു, വിളവുകളേറെ വേലക്കാരോ ചുരുക്കം, അതിനാൽ തൻ്റെ വിളവ് ഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. കർത്താവ് ചോദിക്കുന്നു, ആരെനിക്കായി പോകും? കോട്ടയം ക്രിസ്ത്യൻ ധ്യാന സെൻ്ററിൽ വെച്ച് ധ്യാനത്തിനിടയിൽ ഒരു ആത്മപ്രേരണയാൽ ഈ വചനം പങ്കുവയ്ക്കുമ്പോഴാണ് തീരെ പ്രതീക്ഷിക്കാതെ പെരിങ്ങലക്കാട്ട് ജോസേട്ടൻ എന്ന വാർദ്ധക്യമുള്ള ചാച്ചനും നരിക്കുന്നേൽ അമ്മച്ചി എന്ന് ഞങ്ങൾ വിളിക്കുന്ന അന്നമ്മ അമ്മച്ചി കൈ ഉയർത്തിപ്പിടിച്ച് ഇരുന്നിടത്തു നിന്നും എണീറ്റ് നിന്നത്. ധ്യാനം കൂടിക്കൊണ്ടിരുന്നവർ ഇവരെ നോക്കി ചിരിക്കുകയും ചിലർ ശബ്ദത്തിൽ ചിരിക്കുകയും ചെയ്തു. കാര്യം, തലനരച്ച് വാർദ്ധക്യത്തിലെത്തിയ ഇവർ എങ്ങനെയാണ് വിളവിൻ്റെ നാഥന് വേണ്ടി വിളവെടുക്കാനായി പോകുന്നതെന്നാണ് സത്യത്തിൽ ഞങ്ങൾ ചിന്തിച്ചത്. എന്നാൽ അമ്മച്ചിയും ചാച്ചനും ഒരേപോലെ പറഞ്ഞു, ഞങ്ങളും വീടുകൾ കയറിയിറങ്ങി ശുശ്രൂഷ ചെയ്യാൻ ബദറിൻ്റെ കൂടെ പോരാം. അവർ പറഞ്ഞത് ആത്മപ്രേരണയിൽ തന്നെയായിരുന്നു. കൊറോണയ്ക്ക് മുമ്പുള്ള 2-3 വർഷങ്ങൾ അവർ അനേകം ഇടവകളിൽ അനേകം വീടുകൾ കയറിയിറങ്ങാൻ അവർ എന്നോടൊപ്പം എന്നെക്കാൾ ഉത്സാഹത്തോടെ സഹകരിച്ചുകൊണ്ടിരുന്നു. അവരിലൂടെ അനേകം പേർ ദൈവവചനം കേൾക്കാൻ ഇടയായി. ഇപ്പോഴുള്ള കരസ്മാറ്റിക് ശുശ്രൂഷകരും പുതുതലമുറയും അവരെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം പങ്കിടേണ്ടി വന്നത്. ക്രൂശിതന് ഇന്ന് നമ്മുടെ ശരീരമേ ഉള്ളൂ. ആത്മാക്കളെ തേടി വീടുകളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളും പിന്നിടാൻ ധാരാളം സഹോദരങ്ങൾ യാതൊരു പ്രത്യാശയുമില്ലാതെ, സംരക്ഷണമില്ലാതെ, ഭാരം താങ്ങാൻ അത് പങ്കുവയ്ക്കാൻ ആരുമില്ലാതെ നമ്മുടെ തൊട്ടയലോകത്തോ ഇടവകയിലോ ഉണ്ട് എന്ന് നമുക്കറിയാം. അവർ പരസ്യമായി അത് പങ്കുവയ്ക്കാറില്ല. പക്ഷേ ഉള്ളിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി ആരോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവും അപ്പസ്തോലന്മാരും ചെയ്തത് അതുതന്നെയാണ്. വീടുകൾ കയറിയിറങ്ങി അവർ ദൈവമക്കൾക്ക് വേണ്ടി ദാഹിച്ചു. സ്വീകരിച്ചവരും നിന്ദിച്ചവരും ഉണ്ടായിരുന്നു. ആത്മാവ് വസിക്കുന്നവരാണ് നമ്മളെന്ന് കരുതുന്നുവെങ്കിൽ അവിടെ നമ്മോട് തന്നെയാണ് ചോദിക്കുന്നത്, ആരെനിക്കായി പോകുമെന്ന്. വാർദ്ധക്യത്തിൻ്റെ പരീക്ഷണങ്ങൾ ശരീരത്തെ അമ്മച്ചിയെ നന്നായി ബാധിച്ചെങ്കിലും ജോസേട്ടൻ ഇപ്പോഴും സുവിശേഷത്തിന് വേണ്ടി എവിടെയും വരാനും പോകാനും തയ്യാറാണ്. രണ്ടുപേരും 70 മേലും 80 മേലും പ്രായമുള്ളവരാണ്. എത്രയോ ആരോഗ്യമുള്ള സഹോദരങ്ങൾ, മധ്യവയസ്കർ, യൗവനക്കാർ എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അന്ന് ആ സമൂഹത്തിൽ നിന്നും എണീറ്റ് നിൽക്കാൻ ആത്മപ്രേരണയാൽ ആത്മാവിൻ്റെ ശക്തി സ്വീകരിക്കുവാൻ ഈ 2 വാർദ്ധക്യങ്ങളെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സുവിശേഷം അറിയിക്കാനും ധ്യാനത്തിന് ക്ഷണിക്കാനുമായി വീടുകൾ കയറുമ്പോൾ പലരും ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഈ പ്രായമായപ്പോൾ ഈ വാർദ്ധക്യത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. എന്നാൽ അവർ മാറി മാറി വചനത്തിലൂടെ തന്നെ മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. എടാ കൊച്ചേ, നീ സങ്കീർത്തനം 71:18 ഒന്ന് വായിച്ചു നോക്ക്. ഞാനതിനു വേണ്ടി ആ കൃപ കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ദൈവമേ, വാർദ്ധക്യവും നരയും ബാധിച്ച എന്നെ പരിത്യജിക്കരുതേ. വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കാൻ എന്നെ ഇടയാക്കണമേ എന്ന്. സങ്കീർത്തനം 71:18. നിന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ബൈബിൾ എടുത്ത് തുറന്നു നോക്കുമ്പോൾ ഈ തിരുവചനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുകയും എളിമയോടെ തലകുനിക്കുകയും ചെയ്തിട്ടുണ്ട്. പലരും തിരക്കുകൾ പറയാറുണ്ട്. ബിസിനസ്സാണ്, ലീവ് കിട്ടില്ല, പറമ്പിൽ പണിക്കാരുണ്ട്, പല പല തിരക്കുകൾ. എന്നാൽ അവർ പറയും, എൻ്റെ കുഞ്ഞെ, തിരുവചനം ഓർപ്പിക്കുന്നു, അത് നിന്നെ ഒന്ന് അറിയിക്കാൻ വന്നതാണ്. ഈ തിരക്കെല്ലാം തീരും. മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല. മൃഗങ്ങളെപ്പോലെ അവൻ നശിച്ചു പോകും. സങ്കീർത്തനം 40:20 വാക്യമാണ്. അത് നിനക്ക് വേണ്ടി മാറിപ്പോവുകയില്ല. നീ അത് വായിച്ച് പഠിക്കണം. അവൻ പോകുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല. അവൻ്റെ മഹത്വം അവനെ അനുഗമിക്കുകയില്ല. നീ ഇവിടെ എന്തെല്ലാം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും മക്കൾക്ക് വേണ്ടി കരുതാൻ ശ്രമിച്ചാലും അതൊന്നും വിജയിക്കുകയില്ല. വിജയിക്കുന്നത് നിൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ്. കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തെ മറന്ന് ധനം സമ്പാദിക്കുന്നവൻ ഇനിമേൽ പ്രകാശം കാണുകയില്ല എന്ന്. സങ്കീർത്തനം 49:19 നീ എടുത്തൊന്ന് വായിക്കേ. നിനക്ക് ദൈവത്തിൻ്റെ പ്രകാശം സ്വീകരിക്കണ്ടേ? നിനക്ക് ദൈവത്തിൻ്റെ രാജ്യത്തേക്ക് പോകണ്ടേ? ഇവിടെ ഒന്നും നീ നിലനിൽക്കുമോ?
അപ്പോൾ അടുത്തയാൾ പറയും, സങ്കീർത്തനം 39:6, മനുഷ്യൻ നിഴൽ പോലെയാണ്, അവൻ്റെ ബദ്ധപ്പാടുകൾ വെറുതെയാണ്, മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ പോലും അറിയില്ല. ആദ്യമേ ബലം പിടിച്ചു നിന്നവർ മെല്ലെ അയ്യാൻ തുടങ്ങും. അവസാനം ധ്യാനത്തിന് വരാൻ അവർ ഡേറ്റ് നൽകുകയും അവരെ ധ്യാന സെൻ്ററിലേക്ക് ആകർഷിക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യുമായിരുന്നു. ഞാനിതിനെല്ലാം ദൃക്സാക്ഷിയായിരുന്നു. അവർ എന്നോടൊപ്പം നീണ്ട 3 വർഷക്കാലം ഭവനങ്ങൾ കയറിയിറങ്ങി അനേകരെ ധ്യാന സെൻ്ററിലേക്ക് ആനയിച്ചു എന്നുള്ളത് ഇന്നും വിസ്മയവുമായി എനിക്ക് തോന്നാറുണ്ട്. വേമ്പനാട്ടുകായലും അഷ്ടമുടിക്കായലും കടന്ന് കൈനഗിരി എന്ന സ്ഥലത്ത് ചാവറയച്ചൻ്റെ ജന്മസ്ഥലത്തും അൽഫോൻസാമ്മ, ഏവുപ്രാസിയമ്മ, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ഈ വിശുദ്ധ സ്ഥലങ്ങളിലെല്ലാം കടന്നുപോയി കോട്ടയം കളത്തപ്പടി ക്രിസ്ത്യൻ ധ്യാന സെൻ്ററിൽ വെച്ച് 3 ദിവസത്തെ ധ്യാനം, കുമ്പസാരം, ആരാധന, അഭിഷേക പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബസ്സിലുള്ളവർക്ക്, തീർത്ഥാടന യാത്രക്കാർക്ക് വലിയ ആനന്ദം നൽകിയിരുന്നു എന്ന് മാത്രമല്ല, ബസ്സിൽ വെച്ച് തന്നെ വചന പ്രഘോഷണം നടത്തുകയും ജീവിതാനുഭവങ്ങൾ പങ്കിടുകയും ചെയ്തിരുന്നു. ഇന്നും പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, ആ ട്രിപ്പ് നിന്നുപോയോ, അതൊന്നുകൂടെ തുടരാമോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈയിടെ അവർ കാണണമെന്ന് ആഗ്രഹിക്കുകയും വിളിക്കുകയും ചെയ്തപ്പോൾ ഞാൻ അവരുടെ ഭവനങ്ങളിൽ പോയിരുന്നു. രണ്ടും 2 ഇടവക്കാരും നേരത്തെ അറിയുന്നവരുമായിരുന്നില്ല. എന്നാൽ ആത്മാവിൻ്റെ പ്രേരണയാൽ, ആത്മാവിൻ്റെ ശക്തിയിൽ വാർദ്ധക്യത്തെ നിസ്സാരമായി കരുതി തൻ്റെ ആരോഗ്യം ദൈവത്തിന് നൽകുവാൻ സന്നദ്ധരായ ആ നല്ല ആത്മാക്കളോടൊപ്പം ഒരുമിച്ച് ചേർന്നിരിക്കുകയും കഴിഞ്ഞ കാലങ്ങൾ അയവിറക്കുകയും ചെയ്തപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കുകയും ഫോട്ടോ ഇവിടെ ചേർക്കുകയും ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്ത ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോലും വിരസതയും മടുപ്പും കാണിക്കുന്ന എത്രയോ പേരാണ്. തിരുവചനം ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിക്കാൻ താല്പര്യമില്ലാതെ ഈ ഭൂമുഖം വിട്ടുപോയ എത്രയോ പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന് വേണ്ടി ഒരു ത്യാഗവും സഹിക്കാതെ, ക്രിസ്തുവിന് വേണ്ടി ഒരു ചുവട് ചലിക്കാതെ, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മരിച്ചാൽ നിത്യതയിലേക്ക് പ്രവേശിക്കും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചു മരിച്ച അനേകം പേർ നമ്മുടെ ഇടയിലുണ്ടെന്നും ഇപ്പോഴും ജീവിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എൻ്റെ കടമ ഞായറാഴ്ചകൾ ബലിയർപ്പിക്കുക മാത്രമാണ്, അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ ഒന്ന് ജപമാല ചൊല്ലുക മാത്രമാണ്. ചിലർക്ക് അതുപോലും സാധിക്കാറില്ല. എന്നാൽ ദൈവരാജ്യം ആർക്കുള്ളതാണെന്ന് ഈ വാർദ്ധക്യത്തിൽ ഇവർ നമ്മളെ പഠിപ്പിക്കുകയും പുതിയ തലമുറയോട്, ഇപ്പോഴുള്ള തലമുറയോട് തന്നെ ഇവർ പറഞ്ഞു തരികയും ചെയ്യുകയാണ്. യൗവനത്തിലും വാർദ്ധക്യത്തിലും സമൂഹത്തിലും സ്വന്തം ഭവനത്തിലും ദുർഗന്ധം പരത്തി ജീവിക്കുന്നവർ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമുക്കറിയാം. മക്കൾ, മരുമക്കൾ, ഇവർക്കെല്ലാം ഭാരമായി തീരുന്നവർ, മാനസാന്തരമില്ലാത്ത ഹൃദയവും പിടിവാശിയും തർക്കങ്ങളും ശാപങ്ങളുമായി തിന്മയുടെ ആത്മാവായി മാറിയവർ. പ്രകാശം പരത്തുന്ന ജോസ് ചേട്ടനെ പോലെയും അന്നമ്മ അമ്മച്ചിയെ പോലുള്ള ഈ വാർദ്ധക്യങ്ങൾ ക്രൂശിതൻ്റെ ആത്മാവിൻ്റെ ദാഹം തിരിച്ചറിഞ്ഞ് താൻ എത്തിച്ചേരേണ്ട തൻ്റെ നിത്യവാസസ്ഥലത്തേക്ക് അവിടെ എൻ്റെ ഓർമ്മകൾ ഉണർത്തുവാൻ സുവിശേഷത്തിന് വേണ്ടി, ക്രൂശിതന് വേണ്ടി തന്നാലാവുന്നത് എന്തു ചെയ്യണമെന്ന് ദാഹത്തോടെ അന്വേഷിക്കുകയും വർഷങ്ങളായി കർത്താവിനോട് ചേർന്ന് ജീവിക്കുകയും ചെയ്തവരാണ്. നമ്മുടെ കാലുകളെ, നമ്മുടെ നാവുകളെ, നമ്മുടെ കണ്ണുകളെ, കാലുകളെ ഇന്ന് ക്രൂശിതനുള്ളൂ എന്നുള്ളത് അനേകം ധ്യാന സെൻ്ററുകളിൽ അനേകം സുവിശേഷകർ പങ്കിട്ടിട്ടുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ആരെനിക്കായി പോകും, ആരെനിക്കായി പ്രവർത്തിക്കും, ആരെനിക്കായി ആ കണ്ണീരൊപ്പം ആശ്വാസത്തിൻ്റെ വചനം പങ്കുവയ്ക്കും എന്ന് കർത്താവ് നമ്മുടെ ഹൃദയത്തിലിരുന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഞാൻ എനിക്ക് ചെയ്യാവുന്നത് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യാമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, സ്വർഗം എത്രയോ സന്തോഷിക്കുന്നുവെന്ന് തിരുവചനവും വിശുദ്ധരും എഴുതിയിട്ടുണ്ട്. അതിനായി സർവശക്തൻ ഹൃദയം തുറക്കട്ടെ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ഈ വാർദ്ധക്യങ്ങൾ നമ്മളതിന് സഹായിക്കുകയും ശക്തി പകരുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ.